അറബ് നാടുകളിൽ പോയി വിജയിച്ചവരുടെ കഥ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. വലിയ സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിൽ പോയി വഞ്ചിക്കപ്പെട്ട് മരുഭൂമിയിലെ ഒരു ആടുവളർത്തൽ കേന്ദ്രത്തിലെ ദാരുണമായ സാഹചര്യങ്ങളിൽ 3 വർഷങ്ങൾ അടിമപ്പണി ചെയ്യേണ്ടി വന്ന നജീബ് എന്ന മലയാളി യുവാവിൻ്റെ കഥയാണ് ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവൽ. മലയാള സാഹിത്യത്തിന് പുതിയ ഭാവവും ലോകരചനകളിൽ ഒരിടവും നൽകുകയുണ്ടായി. ഇപ്പോഴിതാ മലയാളത്തിലെ പ്രമുഖ നായകൻ്റെയും സംവിധായകൻ്റെയും കൂട്ടുകെട്ടിൽ ഒരു സിനിമയാവുകയാണ്. ഓഗസ്റ്റിൽ ഗ്രീൻ ബുക്സാണ് ആടുജീവിതം ആദ്യ പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നത്. ഗൾഫിലെ സുഖസമൃദ്ധികൾക്കപ്പുറം ഈ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ പൊള്ളി അമരുന്ന ജീവിതങ്ങൾ ചിലതെങ്കിലുമുണ്ട്. അതാണ് ആടുജീവിതത്തിൻ്റെ ഇതിവൃത്തം. മധുരമായ ഗദ്യം, അനുഭവ തീവ്രമായ പ്രമേയം, മലയാളിത്തം എല്ലാം ഒറ്റണങ്ങിയ നോവലാണ് ഇതെന്ന് പ്രശസ്ത സാഹിത്യകാരി പി വത്സല. തന്നെ വിസ്മയിപ്പിച്ച നോവലെന്ന് എം മുകുന്ദൻ. പുറം ലോകത്ത് നടക്കുന്നതെന്തെന്ന് അറിയാനാവാതെ, ഇന്നെന്താണ് ദിവസമെന്നും തീയതിയെന്നു പോലും തിരിച്ചറിയാനാകാതെ, മരുഭൂമി ചുട്ടുപഴുക്കുമ്പോഴും തണുപ്പിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോഴുമൊക്കെ തണുത്തുറഞ്ഞ നിർവികാരമായ മനസ്സോടെ വർഷങ്ങളോളം ജീവിതം തള്ളി നീക്കേണ്ടി വന്ന നജീബിൻ്റെ കഥയാണ് ആടുജീവിതം. ജീവിതത്തിൽ ഒരു മണൽവാരൽ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന നജീബ് ഒരു സുഹൃത്തിൻ്റെ ബന്ധു വഴി കിട്ടിയ തൊഴിൽ വിസയിലാണ് സൗദി അറേബ്യയിലേക്ക് പോയത്. കൂടെ അതേ വഴിക്ക് തന്നെ വിസ കിട്ടിയ ഹക്കീം എന്ന കൂട്ടുകാരനും ഉണ്ടായിരുന്നു. റിയാദിൽ വിമാനമിറങ്ങിയ അവർ വിമാനത്താവളത്തിൽ ആരെയോ അന്വേഷിച്ച് നടക്കുന്നതായി തോന്നിയ ഒരു അറബിയെ കണ്ടുമുട്ടുകയും സ്പോൺസർ ആണെന്ന് തെറ്റിദ്ധരിച്ച് അയാളുടെ കൂടെ പോവുകയും ചെയ്തു. അവർ എത്തിപ്പെട്ടത് മസ്ര എന്നറിയപ്പെടുന്ന 2 വ്യത്യസ്ത തോട്ടങ്ങളിലായിരുന്നു. 3 വർഷവും 4 മാസവും 9 ദിവസവുമാണ് സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നുമൊക്കെ അകന്ന്, മതിലുകളൊന്നുമില്ലാത്ത മരുഭൂമിയാണെങ്കിലും ഒറ്റപ്പെടലിൻ്റെ വൻ മതിലിനുള്ളിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ നജീബിന് കഴിച്ചുകൂട്ടേണ്ടി വന്നത്. സ്ഥിരമായി കാണുന്ന അറബാബ് എന്ന ക്രൂരനായ യജമാനൻ, തന്നെപ്പോലെ തന്നെ വന്നു പെട്ടുപോയ അധികമൊന്നും മുരടനക്കാത്ത ഭീകരരൂപിയും അന്യഭാഷക്കാരനുമായ ഒരു സഹപ്രവർത്തകൻ, ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ ആടുകൾക്കുള്ള തീറ്റയും വെള്ളവുമായി വരുന്ന ട്രക്ക് ഡ്രൈവർ, പിന്നെ ഒരുപറ്റം ആടുകളും ഒട്ടകങ്ങളും. ഇതായിരുന്നു നജീബിൻ്റെ മരുഭൂമിയിലെ ലോകം. നജീബ് വന്ന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഭീകരരൂപി മരണപ്പെട്ടു. ഇതോടെ നജീബ് ശരിക്കും ഒറ്റപ്പെടുകയായിരുന്നു. പുറം ലോകത്തേക്ക് രക്ഷപ്പെടാനുള്ള ഏക കണ്ണിയായ ട്രക്ക് ഡ്രൈവറുമായി എന്തെങ്കിലും ആശയവിനിമയം നടത്താൻ അറബാബ് ഒരിക്കലും അനുവദിച്ചിരുന്നുമില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും കടുംകൈ ചെയ്താൽ നജീബിനൊപ്പം ട്രക്ക് ഡ്രൈവറും തോക്കിൻ്റെ പാത്തി കൊണ്ടുള്ള അടി ഏറ്റുവാങ്ങേണ്ടി വരും. ഏറെ അകലെയല്ലാത്ത മറ്റൊരു മസറയിൽ അതേ സാഹചര്യങ്ങളിൽ ജോലി ചെയ്തിരുന്ന ഹക്കീമിനെ നജീബ് വല്ലപ്പോഴും കാണാൻ ശ്രമിക്കുന്നത് അറബാബിന് ഇഷ്ടമായിരുന്നില്ല. ഇതിൻ്റെ പേരിലും നജീബിന് മർദ്ദനം സ്ഥിരമായിരുന്നു. വീട്, കുടുംബം, നാട്, നാട്ടുകാർ എന്നൊക്കെ പറയുന്നത് ബാക്കിയുള്ള ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത ഒന്നാണെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോഴും ദൈവം തനിക്കായി ഈ ജീവിതമാണ് കനിഞ്ഞു നൽകിയിരിക്കുന്നത് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആടുകളെയും ഒട്ടകങ്ങളെയും പരിപാലിച്ച് കഴിഞ്ഞുകൂടുകയായിരുന്നു നജീബ്. നാട്ടിൽ പുഴയിൽ നിന്ന് മണൽ വാരുകയും അതേ ശുദ്ധജലത്തിൽ മുടങ്ങാതെ കുളിച്ച് ശുദ്ധിയാവുകയും ഒക്കെ ചെയ്തു പോന്നിരുന്ന ഒരാൾക്ക് സുഖസൗഭാഗ്യങ്ങൾ വഴിഞ്ഞൊഴുകുന്ന അറബ് നാട്ടിൽ മലവിസർജനം ചെയ്തതിനു ശേഷം ശുദ്ധി വരുത്താൻ അല്പം വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ വരുന്ന ഒരു ഗതികേട് അതിനെ ഹൃദയങ്ങളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലും വിധം അതീവ ജാഗ്രതയോടെയും എന്നാൽ സത്യസന്ധവുമായി അവതരിപ്പിച്ചിട്ടുണ്ട് ബെന്യാമിൻ. മരുഭൂമിയിലെ ആദ്യ ദിവസം തന്നെ മേൽപ്പറഞ്ഞ ആവശ്യത്തിലേക്ക് വേണ്ടി അല്പം വെള്ളം ഉപയോഗിക്കാൻ തുടങ്ങുന്നതോടെയാണ് അറബാബ് എന്ന ക്രൂരൻ്റെ ബെൽറ്റ് കൊണ്ടുള്ള അടിയോടുകൂടി പീഡന പരമ്പര തുടങ്ങുന്നത്. മുഖത്തു തുപ്പുന്നതും പട്ടിണിക്കിടുന്നതും ബൂട്ടിട്ട് ചവിട്ടുന്നതും
തോക്കിൻ്റെ പാത്തി കൊണ്ട് അടിക്കുന്നതടക്കമുള്ള ക്രൂരതകളൊക്കെ കാലം മുന്നേറുന്നതോടെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമല്ലാതാകുന്നു നജീബിന്. പട്ടിണി കിടക്കുക എന്നത് അത്ര വലിയ കാര്യമായിട്ട് പറയാൻ തന്നെയില്ല. കുബൂസ് തന്നെയാണ് 3 നേരത്തെയും ആഹാരം. അത് പച്ചവെള്ളത്തിൽ മുക്കി കുതിർത്ത് തിന്നും. രാവിലെ അല്പം ആട്ടിൻപാൽ കുടിക്കാമെന്നുള്ളതാണ് ഒരു വലിയ കാര്യം. വല്ലപ്പോഴും ഒരിക്കൽ പറ്റിപ്പോകുന്ന അപരാധങ്ങൾക്കുള്ള ശിക്ഷ 3 ദിവസം വരെ നീളുന്ന പട്ടിണിയിലാകും ചെന്നവസാനിക്കുക. വിശപ്പ് സഹിക്കാനാവാതെ ആടുകളുടെ മസറയിൽ കടന്ന് തൊട്ടിയിൽ അവിടെവിടെയായി അവശേഷിക്കുന്ന ഗോതമ്പ് മണികൾ തടുത്തുകൂട്ടി ചവച്ചിറക്കി പച്ചവെള്ളവും കുടിക്കുന്നതോടെ മനുഷ്യൻ ശരിക്കും ഒരു ആടിൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ച നിസ്സഹായതയോടെയും ആർദ്രമായ മനസ്സോടെയും മാത്രമേ വായിച്ചു പോകാനാവൂ. ദൈവം കാണിച്ചു തരുന്ന രക്ഷാമാർഗമാണെന്ന് തെറ്റിദ്ധരിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒരിക്കൽ കഥാനായകൻ. ആ ശ്രമത്തിനിടയിൽ പിടിക്കപ്പെടുന്നതിനോടൊപ്പം തൻ്റെ ജീവനു പകരം ഉന്നം തെറ്റിയോ അബദ്ധത്തിലോ മറ്റോ അറബാബിൻ്റെ തോക്കിനിരയാകുന്നത് ഒരു മുട്ടൻ ആടാണ്. അതിൻ്റെ മാംസം അറബാബ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതോടെ ആട്ടിറച്ചി ജീവിതത്തിൽ ഒരിക്കലും കഴിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥ നജീബിനുണ്ടാകുന്നുണ്ട്. വരിയുടച്ച മുട്ടനാടുകൾക്ക് വളർച്ച പെട്ടെന്നാണെന്നും അവയെ എളുപ്പം തന്നെ മാംസക്കമ്പോളത്തിൽ എത്തിക്കാമെന്നും തിരിച്ചറിഞ്ഞ മനുഷ്യന്റെ ക്രൂരമനസ്സും പെറ്റുവീഴുന്ന ആട്ടിൻകുട്ടികൾക്ക് പോലും തള്ളയാടിൻ്റെ അകിടിൽ നിന്നുള്ള ചുടുപാൽ നിഷേധിക്കുകയും ചെയ്യുന്ന അറബാബിൻ്റെ ദാക്ഷിണ്യമില്ലായ്മയുമൊക്കെ നോവലിലെ കരളലിയിപ്പിക്കുന്ന ചില രംഗങ്ങൾ മാത്രമാണ്. ജീവിതം അപ്രതീക്ഷിതമായി ദുരിതപൂർണമായി മാറുമ്പോഴും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും മനുഷ്യനേക്കാൾ ഔദാര്യവും സ്നേഹവുമൊക്കെ കാണിക്കുന്ന ആടുകളുമായുള്ള ജീവിതവുമാണ് നജീബിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ എവിടെയെങ്കിലും തനിക്കായി ഇങ്ങനൊരു കാലഘട്ടം എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ആ പരമദയാലുവിനെ സ്തുതിച്ചുകൊണ്ട് തന്നെയാണ് അയാൾ ആ ജീവിതം മുന്നോട്ട് നീക്കുന്നത്. മനുഷ്യനേക്കാളേറെ മൃഗങ്ങളെ മനസ്സിലാക്കാനാവുന്ന ഈ കാലയളവിൽ മസറയിലെ ഓരോ ആടിൻ്റെയും ചേഷ്ടകളും ശബ്ദവുമൊക്കെ വേർതിരിച്ചറിയാനും അവയുമായി സംവദിക്കാനുമൊക്കെ കഴിയുന്നുണ്ട് നജീബിന്. പോച്ചക്കാരി രമണി, അറവു റാവുത്തർ, മേരി മൈമൂന, ഞണ്ടു രാഘവൻ, പരിപ്പു വിജയൻ എന്നിങ്ങനെ ആടുകൾക്കോരോന്നിനും പേരിട്ടിരിക്കുന്നത് സ്വന്തം നാട്ടുകാരുടെ ചില സ്വഭാവവിശേഷങ്ങളുമായി താരതമ്യം ചെയ്തിട്ടാണ്. മോഹൻലാൽ എന്നു പേരുള്ള ആടിൻ്റെ ചെരിഞ്ഞുള്ള നടത്തം തന്നെയാണ് ആ ഇരട്ടപ്പേര് അതിനു കൊടുക്കാനുള്ള കാരണം. മോഹൻലാലിൻ്റെ മാത്രമല്ല, ജഗതിയുടെയും EMSൻ്റെയും വരെ ഭാവങ്ങളോ ശബ്ദമോ നോട്ടമോ ഒക്കെയുള്ള ആടുകൾ ആ മസറയിൽ നജീബ് നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഗർഭിണിയായ ഭാര്യയോട് വിട പറഞ്ഞ് നാട്ടിൽ നിന്ന് പോരുന്ന നജീബ് തൻ്റെ കയ്യിലേക്ക് പെറ്റുവീഴുന്ന ഒരു കൊച്ചുമുട്ടന് സ്വന്തം മകനിടാൻ തീരുമാനിച്ചിരുന്ന നബീൽ എന്ന പേരിട്ട് വിളിച്ച് അരുമയായി കൊണ്ടു നടക്കുന്നതും അവൻ വളർന്നു വരുമ്പോൾ വിത്തിന് ഗുണമില്ലാത്തവനാണെന്ന് കണ്ടെത്തിയ അറബാബ് അവൻ്റെ വരിയിറക്കുന്നത് തടയാൻ നടത്തുന്ന ശ്രമങ്ങൾ പാഴാകുന്നതുമൊക്കെയാണ് നോവലിലെ വികാരസാന്ദ്രമായ മറ്റു ചില രംഗങ്ങൾ. ഇതിനിടെ ഹക്കീം ജോലി ചെയ്തിരുന്ന മസറയിൽ ഇബ്രാഹിം ഖാദരി എന്നൊരു സൊമാലിയക്കാരൻ കൂടി ജോലിക്കായി വരുന്നു. ഒളിച്ചോടാൻ അവസരം പാർത്തിരുന്ന ഹക്കീമും ഖാദരിയും നജീബും മസറയിലെ മുതലാളിമാരിൽ ഒരാളുടെ മകളുടെ വിവാഹത്തിൽ സംബന്ധിക്കാൻ പോയ അവസരം ഉപയോഗിച്ച് ഒളിച്ചോടുകയാണ്. മരുഭൂമിയിലൂടെ ദിവസങ്ങൾ നീണ്ടുനിന്ന പലായനത്തിൽ ദിശ നഷ്ടപ്പെട്ട അവർ ദാഹവും വിശപ്പും കൊണ്ട് വലഞ്ഞു. യാത്രയ്ക്കിടയിൽ ദാഹം സഹിക്കാനാവാതെ ഹക്കീം മരിച്ചു. പിന്നെയും പലായനം തുടർന്ന ഖാദരിയും നജീബും ഒടുവിൽ ഒരു മരുപ്പച്ച കണ്ടെത്തി. അവിടെ ദാഹം തീർത്ത് കുറച്ച് ദിവസം തങ്ങിയ ശേഷം അവർ വീണ്ടും യാത്ര തുടർന്നു. ഒടുവിൽ നജീബ് ഒരു ഹൈവേയിൽ എത്തുമ്പോഴേക്കും ഖാദരിയെ കാണാതാകുകയായിരുന്നു. അവിടെ നിന്നും ഒരു അറബി അയാളെ തൻ്റെ കാറിൽ കയറ്റി അടുത്ത പട്ടണമായ റിയാദിലെ ബത്ഹയിൽ എത്തിച്ചു. ബത്ഹയിൽ എത്തിയ നജീബ് കുഞ്ഞിക്കയുടെ ദീർഘനാളത്തെ പരിചരണത്തിനൊടുവിൽ
മനുഷ്യരൂപവും ആരോഗ്യവും വീണ്ടെടുത്തു. നാട്ടിലേക്കു മടങ്ങാൻ വേണ്ടി പോലീസിൽ പിടികൊടുത്തു. ഷുമേസി ജയിലിലെ ഏതാനും മാസങ്ങൾക്ക് ശേഷം നജീബിന്റെ അറബി ജയിലിൽ വന്ന് നജീബിനെ തിരിച്ചറിഞ്ഞെങ്കിലും തിരിച്ചു കൊണ്ടുപോയില്ല. കാരണം നജീബ് അദ്ദേഹത്തിന്റെ വിസയിലുള്ള ആളായിരുന്നില്ല. തുടർന്ന് ഇന്ത്യൻ എംബസി നൽകിയ ഔട്ട് പാസ് മുഖേന നജീബ് നാട്ടിൽ തിരിച്ചെത്തുന്നു. നജീബിന്റെ ജീവിതത്തിനുമേൽ വായനക്കാരന്റെ രസത്തിനു വേണ്ടി കഥയുടെ അടക്കുകളും തൊങ്ങലുകളും ഏറിയൊന്നും വെച്ചുകെട്ടാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് പിൻകുറിപ്പിൽ ബെന്യാമിൻ സാക്ഷ്യപ്പെടുത്തുന്നത്. കഥാനായകനായ നജീബ് അനുഭവിച്ച ദുരിതങ്ങളുടെ കാഠിന്യമാണ് പൊള്ളിക്കുന്ന മണൽക്കാറ്റായി വായനക്കാരെ ഓരോരുത്തരെയും പൊതിയുന്നത്. ഗ്രൂപ്പ് വിസയെന്നോ ഫ്രീ വിസയെന്നോ ഒക്കെയുള്ള ഓമനപ്പേരിലുള്ള തരികിട വിസകളിൽ നാട്ടിൽ നിന്ന് വിമാനം കയറി അന്യനാട്ടിലെത്തുന്ന അത്രയധികം വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഏതു പൗരനും സംഭവിക്കാവുന്ന ഒരു ദുർഗതിയാണിത്. പുസ്തകത്തിൽ പുറം ചട്ടയിൽ പറയുന്ന വാചകം കടമെടുത്ത് പറഞ്ഞാൽ, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. നന്ദി.